അങ്ങനെ ഫൈനലി നമ്മുടെ മാരേജ് ഡേ എത്തി. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. തലേന്നത്തെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് ലേറ്റായി. നമുക്ക് 11:30-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാരേജിന് പോകാനുണ്ട്. അപ്പോൾ നല്ലൊരു നേരത്തെ വെയിലും അതുപോലെ തന്നെ നല്ല കുളിരുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ നമ്മൾ എത്ര സ്പെഷ്യൽ ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനൊരു പാൻ കേക്കും അതുപോലെ തന്നെ ചിക്കൻ കുറുമയും പിന്നെ അതുപോലെ പൊറാട്ടയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡും ജാമും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു റെഡിയായി നമ്മൾ നേരെ കല്യാണത്തിൻ്റെ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ സാരിയാണ് ഏട്ടൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ മാച്ചായിട്ടൊരു ചെറുപയർ പച്ച, ഒരു ഡാർക്ക് പച്ചയിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്നൊരു ബ്ലൗസാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല നീറ്റായിട്ട് സാരി കൊടുത്ത് സുന്ദരികളായിട്ടുണ്ടായിരുന്നു കേട്ടോ. സുന്ദരന്മാരും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കഥകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഏട്ടനെ നമ്മൾ മണ്ഡപത്തിലേക്ക് ഇരുത്തിയതെല്ലാം നിർത്തി. അതിന് ശേഷമാണ് നമ്മളിനി വധുവിനെ കൊണ്ടുവരുന്നത്. അതിഗംഭീരമായിട്ടുള്ളൊരു വരവേൽപ്പ് തന്നെയായിരുന്നു കേട്ടോ വധുവിനുണ്ടായിരുന്നത്. പാട്ടൊക്കെ നമ്മൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് വധുവിനെ തന്നെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഫൈനലി അവരുടെ ഏറ്റവും ലൈഫിലെ ബിഗ് ഡേ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് പുതിയൊരു ലൈഫിലേക്ക് അവരും പോവുകയാണ്. അങ്ങനെ മാരേജിൻ്റെ കാര്യങ്ങളെല്ലാം എത്തി, താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പ്ലാൻ ചെയ്തതാട്ടോ. ഇങ്ങനെ ജസ്റ്റ് താലി കെട്ടിയതിന് ശേഷം ജസ്റ്റ് താലിയിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് കുറച്ച് റോസാപ്പൂക്കൾ ഇങ്ങനെ എറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം സെറ്റാക്കി അതുപോലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനലി അവരുടെ മാരേജ് കഴിഞ്ഞു. അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസാട്ടോ. ഇനി മാരേജ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സദ്യ കഴിക്കാനല്ലേ. നേരെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഈ അടുത്തൊന്നും ഞാൻ ഇതുപോലൊരു സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും എല്ലാം നക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സൂപ്പർ സാധനമായിരുന്നു. ഓരോന്നും എടുത്ത് പറയാൻ പറ്റുന്ന ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ചോറും നെയ്യും പിന്നെ സാമ്പാറൊക്കെ കൂട്ടി കുഴച്ചൊരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ. പായസം 2 തരം ഉണ്ടായിരുന്നു. ചെറുപയർ പായസം, പാൽപ്പായസം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രസവും മോരും ഒക്കെ നമുക്ക് ഇതേപോലെ കപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സദ്യയും കഴിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്ന വീഡിയോയും കൂടി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കോസ്റ്റ്യൂമും ഏട്ടൻ്റെ കോസ്റ്റ്യൂമും ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ കോസ്റ്റ്യൂം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുവരേക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.